വിശദമായി. കനാൽ നിർമ്മിക്കുന്നതിന്റെ പേരിൽ പനമ്പള്ളി നഗറിൽ വലിയ തണൽ മരങ്ങൾ മുറിക്കാൻ നീക്കം. വെള്ളക്കെട്ടിന് പരിഹാരം എന്ന നിലയിൽ നിർമ്മിക്കുന്ന കനാൽ വേണ്ടവിധം ആസൂത്രണം ഇല്ലാതെയാണെന്നും ആരോപണം ഉയർന്നുണ്ട്. പനമ്പള്ളി നഗറിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാന നിർമ്മിക്കുന്നത്. രവിപുരം റെയിൽവേ ഗേറ്റിന് സമീപം നിന്നും ആരംഭിക്കുന്ന കാനയുടെ ദിശ തന്നെ വിചിത്രമാണ്. മഴവെള്ളവും മലിനജലവുമെല്ലാം തടസ്സമില്ലാതെ ഒഴുകാൻ കഴിയുന്ന രീതിയിലാണ് സാധാരണ കാനകൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇവിടെ നേർദിശയിൽ പോകേണ്ട കാന പലരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഓടിച്ചു തിരിച്ചാണ് നിർമ്മിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ഉയർച്ച താഴ്ചകളും വേലിയേറ്റത്തിലും ഇറക്കത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും പഠിക്കാതെ നിർമ്മിക്കുന്ന കാന കൂടുതൽ വെള്ളക്കെട്ടിന് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പനമ്പള്ളി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് SJR കുമാർ: ഇത് യാതൊരു സ്റ്റഡിയും കൂടാതെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ ഇതിന്റെ കനാലിന്റെ വേറെ കനാലിന്റെ ഡൈവേഴ്സായിട്ടാണ് പണി തുടങ്ങിയിരിക്കുന്നത്. ആ ഭാഗത്ത് പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ പണിഞ്ഞു വന്നിരിക്കുന്ന കനാലിന്റെ 4-1 മാത്രമേ അവിടെ വെള്ളം വിടാനുള്ള ഇപ്പൊ എക്സിസ്റ്റിംഗ് കനാലുള്ളൂ. അതിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്ത് വരുന്ന കനാൽ ഇത്രയധികം വലിപ്പത്തിന്റെ കാര്യമില്ല. ചെറിയൊരു റോഡിൽ കൂടെ പോകുന്ന റോഡിൽ കൂടെ പോകാനുള്ള വെള്ളം ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെയധികം സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടും ഇത്രയധികം മരങ്ങളും എല്ലാം നശിപ്പിച്ച് ഇവിടെയുള്ള ടാർ ചെയ്ത റോഡിന്റെ നടുക്കൂടെ ആണ് പണി വരുന്നത്. ഈ പണി വരുമ്പോൾ ഉണ്ടാകും ദുരിതമെന്ന് വെച്ചാൽ ഈ ഹൈറ്റൈഡ് വേരിയേഷൻ വരുന്ന സമയത്ത് വീണ്ടും ഈ കായലിൽ നിന്ന് ഈ കനാലിൽ വഴി വെള്ളം വന്ന് ഇതുവരെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തൂടെ കൂടുതൽ വെള്ളം വന്ന് ഇവിടെ ദുരിതം ഉണ്ടാവും. കാനയുടെ വിചിത്രമായ നിർമ്മാണ രീതി വിവാദമാകുമ്പോൾ തന്നെയാണ് ഇതിനുവേണ്ടി മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ജനരോഷം ഉയരുന്നത്. നഗരഹൃദയത്തിൽ ഹരിതാഭിയുള്ള ഏക പ്രദേശമാണ് പനമ്പള്ളി നഗർ മേഖല. പതിറ്റാണ്ടുകളായി തലയുയർത്തി തണൽ വിരിച്ചു നിൽക്കുന്ന വൻ മരങ്ങളാണ് അധികവും. കാന കടന്നുപോകുന്നത് പനമ്പള്ളി നഗർ ഗവൺമെന്റ് ഹൈസ്കൂൾ വളപ്പിനകത്തു കൂടിയാണ്. കാന നിർമ്മിക്കാൻ സ്കൂൾ വളപ്പിലെ നിരവധി തണൽ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഒരുങ്ങുകയാണിപ്പോൾ. KGUDP പദ്ധതിയുടെ ഭാഗമായാണ് കാന നിർമ്മിക്കുന്നത്. തണൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പരിസ്ഥിതി പ്രവർത്തകനായ കീർത്തികുമാർ: ഇവിടെ ഈ പനമ്പള്ളി നഗറിലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുകയാണ്. വളരെ പഴയ 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഈ കാണുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ചില തൽപര കക്ഷികൾ ആവശ്യപ്പെടുകയാണ്. ചെറിയ ചില വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നവർക്ക് ഞങ്ങൾക്കറിയാം, അവർക്ക് പ്രത്യേകിച്ചൊരു ഗൂഢാലോചനയോ അജണ്ടയോ ഒരു മാഫിയയുടെ ഭാഗമോ അല്ല. അവർക്ക് പരിസ്ഥിതിയെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ ഇല്ലാത്ത അതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള നടപടിക്ക് ഒരുങ്ങുന്നത്. ഇതിനൊരു ചരിത്രമുണ്ട്. ഈ സ്ഥലത്തിന്റെ വികസനത്തിന് മുൻകൈയെടുത്ത ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത മുൻ മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ, അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അന്ന് മുറിച്ചു മാറ്റാൻ തുടങ്ങിയ ഈ വൃക്ഷങ്ങളും ഈ സ്കൂളിന്റെ പരിസരവും അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം സംരക്ഷിക്കപ്പെട്ടതാണ്. നമ്മുടെ ഒപ്പമില്ലാത്ത ഇത്രയും വലിയൊരു നേതാവിന്റെ ഓർമ്മകളെങ്കിലും ഈ മരങ്ങളിലൂടെ പുലരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂൾ വളത്തിനകത്ത് കുട്ടികൾക്ക് തണൽ നൽകുന്ന മരങ്ങൾ പോലും കോടാലി മൂർച്ച കാത്തു നിൽക്കുകയാണ്. പദ്ധതി വിഹിതം ചെലവഴിക്കാൻ